അതെ ചെമ്പ് അധികം കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ആഭരണമാ. ചേച്ചി എന്തായി പറയുന്നത്? ധനേട്ടൻ അന്നിത് കണ്ടപ്പോ പറഞ്ഞത് വെറുതെ ആയില്ലല്ലോ. ഇതുകൂടെ നോക്കി. എല്ലാം മാറ്റുറവ് തന്നെയാ. ചേട്ടാ ഒന്നുകൂടെ ഒന്ന് നോക്കൂ. ഇത് ഇനിയും നോക്കിയിട്ട് ഇപ്പൊ കാര്യമൊന്നുമില്ല. ഈശ്വര അമ്മേട്ടോ നമസ്കാരം. കട എങ്ങനെയുണ്ടമ്മേ? കൊള്ളാം മോനെ. ആദ്യം വന്ന് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായതാ. എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടല്ലേ നമ്മളിത് എടുക്കാൻ തീരുമാനിച്ചത്. അതെ. അല്ല ഇവനെന്താ ഇതുവരെ വരാത്തത്? ആരാ? നമ്മുടെ ഷോപ്പിന്റെ ആളെ ഇപ്പൊ എഗ്രിമെന്റ് കൊണ്ട് വരാന്ന് പറഞ്ഞതാ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അവിടെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പോയതാ. ഈ കടയ്ക്ക് ഒരു ഐശ്വര്യമുണ്ട്. മിക്കവാറും ഇതോടെ വിനയൻ രക്ഷപ്പെടും. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. പ്രശ്നങ്ങളൊക്കെ മാറി വീട്ടില് സമാധാനം സന്തോഷമായിട്ട് കഴിയുന്നത് കാണണം. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതൊക്കെ നടക്കും. നീ സമാധാനമായിട്ടിരിക്കില്ല. അവനുടനെ എത്തുന്നാ പറഞ്ഞത്. അമ്മേ അതുണ്ടോ, അത് പ്രത്യേക ഒരു സെക്ഷനാണ് കണ്ടോ. വന്നല്ലോ. അമ്മേ അമ്മ ഇത് ഓണർ അമല്. അമ്മ നിങ്ങൾ വന്നിട്ട് കുറച്ച് സമയമായോ? കുറച്ച് സമയമായി. ഞാൻ ഈ എഗ്രിമെന്റ് പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പോയതാ. വായിച്ചു. ഓക്കെ ആണെങ്കിൽ സൈൻ ചെയ്ത് പകുതി പേയ്മെന്റ് ക്യാഷ് ആയിട്ട് തരാം. ബാക്കി ഡേറ്റ് ഇട്ട് ചെക്ക് തന്നാ മതി. ആയിക്കോട്ടെ. നാളെ മുതൽ ഷോപ്പ് വിനയന് ഉപയോഗിക്കാം. എന്നാ നീ എഗ്രിമെന്റ് ഒക്കെ നോക്കി സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ ബാങ്കിൽ പോയി പണം എടുത്തോണ്ട് വരാം. ബാങ്കിലേക്ക് ഒറ്റയ്ക്ക് പോണോ? വേണമെങ്കിൽ ഞങ്ങളും കൂടി വരാം. വേണ്ട, ഞാൻ പോയിട്ട് വേഗം ഒന്ന് തിരിച്ചു വരാം. മാമ പോയിട്ട് വരും അമ്മേ. ശരി, എന്ന സമയം കളയാതെ വേഗം വാ. ദേ, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണം ഇങ്ങനെ മാറ്റു കുറഞ്ഞതാണെങ്കിൽ അപ്പോ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന എല്ലാം ഇതേ അവസ്ഥയിലായിരിക്കില്ലേ? അത് തന്നെ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നത്. അനുദേച്ചി വാ, നമുക്കൊരു സ്ഥലം വരെ പോവാം. ഓട്ടോ കാണുന്നില്ലല്ലോ. ദാ അവിടെ ഒരു ഓട്ടോ ഉണ്ട്, അവിടേക്ക് പോവാം. ഹലോ. പ്രതിഭാ സത്യൻ, വാ ഇങ്ങോട്ട്. ഇരിക്കൂ. ലാബിൽ നിന്ന് എടുത്ത ടെസ്റ്റിന്റെ റിസൾട്ട് ആണ്. ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. ടെസ്റ്റ് പോസിറ്റീവാ. നേരത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ? അതെ, പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിറ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോ പോസിറ്റീവായിരുന്നു. ആ സാധനം ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും വലിയ സൗകര്യമാണല്ലോ ഡോക്ടറെ. പണ്ടത്തെ കാലത്ത് ഗർഭിണിയാണെന്ന് പറയാൻ പെൺകുട്ടികൾക്ക് എന്തോരം നാണമായിരുന്നു. അന്നൊക്കെ ഛർദിയും തലകർക്കവും കാണുമ്പോ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ ആരെങ്കിലും കുത്തി കുത്തി ചോദിച്ചാലേ കുട്ടികൾ സത്യം പറയൂ. അപ്പോഴേക്കും 2-3 മാസമായി കാണും. ഇപ്പൊ അതാണോ? അവനവൻ തന്നെ അവനവന്റെ ഗർഭം പരിശോധിച്ച് ഒരു നാണവും ഇല്ലാതെ അങ്ങ് വിളിച്ചു പറയുമല്ലേ. ഇതിലെന്താ ഇത്ര നാണിക്കാൻ? ലോകം ഇത്രയും പുരോഗമിച്ചില്ലേ?
അവനവന്റെ പ്രഗ്നൻസി അവനവന് തന്നെ കൺഫേം ചെയ്യാൻ കഴിയുന്നത് നല്ല മാറ്റമല്ലേ? ഓ ഇതൊരു നല്ല മാറ്റമൊന്നും അല്ല ഡോക്ടറെ. അവനവന് വേണ്ടെന്ന് തോന്നി ആരും അറിയാതെ എടുത്തു കളയാനായിരിക്കും ഇത് കൂടുതൽ ഉപയോഗപ്പെടുക. അങ്ങനെ ചെയ്യുന്നവര് വളരെ അപൂർവമായിരിക്കും. അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടുമായിരിക്കും. അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണണ്ട. ഓ പ്രതിഭയുടെ ഹസ്ബൻഡിന്റെ തീരുമാനം കുഞ്ഞിന് വേണോന്ന് തന്നെയല്ലേ? ആ ആര് പറഞ്ഞു? വീട്ടിൽ വെച്ച് ഇവളും എന്റെ മോനും തീരുമാനിച്ചത് തൽക്കാലം ഒരു കുഞ്ഞു വേണ്ടെന്നാ ഡോക്ടറെ. അതെ, കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ഇവളും അവനും മര്യാദയ്ക്കൊന്ന് ജീവിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ല ഡോക്ടറെ. അല്ല, വേറെയും ചില പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലുണ്ട്. അതുകൊണ്ടാ സംശയം തോന്നിയപ്പോ തന്നെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ അടുത്തേക്ക് ഓടി വന്നത്. എന്തിന്? കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനോ? ആ അതെ. തുടക്കത്തിൽ കളയാൻ പല മാർഗങ്ങളും ഉണ്ട്. പക്ഷേ എന്റെ മകന് നേരായ വഴിയിൽ കൂടി തന്നെ അത് ചെയ്യണമെന്നാ. പിന്നീട് ഗർഭിണിയാവുമ്പോ ഒരു തകരാറ് സംഭവിക്കരുതല്ലോ. അതുകൊണ്ടാ അവൻ എന്നെ തന്നെ ഇവളുടെ കൂടെ അയച്ചത്. എനിക്ക് ഡോക്ടറുമായിട്ട് നല്ല പരിചയമാണെന്ന് അവനറിയാം. പക്ഷേ പ്രതിഭ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. എന്താ കുട്ടി, ഇപ്പൊ ഇവര് പറഞ്ഞതൊക്കെ ശരിയാണോ? എന്റെ മുഖത്തേക്ക് നോക്കി പറ. അത് ഡോക്ടർ, സത്യേട്ടൻ അമ്മയോട് എന്താ പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല. ആ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ, അവൻ ഇത് ഡോക്ടറോട് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായി എന്നെ വിട്ടത്. ഇവക്ക് അതിനേക്കാൾ ചമ്മല. ഇത്തവണ ഡോക്ടർ ഇതൊന്ന് ഒഴിവാക്കി കൊടുക്കണം. അടുത്ത വർഷം ഇവളെയും കൂട്ടി ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് തന്നെ വരും. അന്ന് ഇവളുടെ ഡെലിവറി ഡോക്ടർ തന്നെ നടത്തി തരണം.